സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിലിനെ പ്രഖ്യാപിച്ചു. സിറോ മലബാർ സഭയുടെ 4ാമത്തെ ആർച്ച് ബിഷപ്പാണ്. ദൈവാനുഗ്രഹം പോലെ കടമ നിർവഹിക്കാൻ പരിശ്രമിക്കും. മെത്രാൻ സ്വകാര്യ സ്വത്തല്ല, പൊതു സ്വത്താണെന്ന പുതിയ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. മാർ റാഫേൽ തട്ടിൽ സഭാധ്യക്ഷൻ എന്ന നിലയിൽ യോഗ്യനാണെന്നും അദ്ദേഹത്തോടൊപ്പം സഭയുണ്ടാകുമെന്നും മാർ ജോർജ് ആലഞ്ചേരിയും പ്രതികരണം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേർന്നുണ്ട്. കിരൺ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, സീറോ മലബാർ സഭയുടെ 4ാമത് ആർച്ച് ബിഷപ്പായിട്ടാണ് മാർ റാഫേൽ തട്ടേലിനെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച സിനഡ് യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടന്നത്. നേരത്തെ വോട്ടെടുപ്പിലൂടെ, അതായത് ഈ സഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. ഇതിന്റെ പ്രക്രിയകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് ഈ പേരുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട പേര് വത്തിക്കാനെ അറിയിച്ചിരുന്നു. വത്തിക്കാന്റെ കൂടി സമ്മതം ഇന്നാണ് ലഭിച്ചത്. ഇതോടുകൂടിയാണ് ഇന്ന് പ്രഖ്യാപനം നടന്നത്. ഒരേ സമയത്ത്, അതായത് സിനഡ് സഭാ ആസ്ഥാനത്തും അതേസമയത്ത് തന്നെ വത്തിക്കാനിലും ഒരുമിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് നടന്നത്. ഇന്ന് വൈകിട്ട് 4:30 ഈ പേര് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. 53 ബിഷപ്പുമാരുടെ സമിതി, വോട്ടവകാശമുള്ള 53 ബിഷപ്പുമാരുടെ സമിതിയാണ്. ഈ സമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് 3-2 ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ റാഫേൽ തട്ടേൽ ഈ ചുമതലയിലേക്ക് ഏതായാലും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഈ കുർബാന പ്രശ്നമടക്കം നിരവധി പ്രശ്നങ്ങൾ ഏതായാലും റാഫേൽ തട്ടേൽ പരിഹാരം കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് ഈ സ്ഥാനാരോഹണത്തിന് ശേഷം, സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന കാര്യം, എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ടാണ് തൻ്റെ ശ്രമം ഉണ്ടാവുക. ഇത്തരത്തിൽ കുർബാന അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ഇതിൽ ഇരുകൂട്ടരുമായി ചർച്ച നടത്തും. ഈ കാര്യങ്ങളിൽ ഇപ്പോൾ താൻ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഏതായാലും നാളെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. നാളെ ഉച്ചയ്ക്ക് 2:30 സഭ ആസ്ഥാനത്ത് വെച്ചായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. ഈ സ്ഥാനാരോഹണ ചടങ്ങ് സാധാരണഗതിയിൽ സഭയുടെ ആസ്ഥാനത്തിലുള്ള ഈ പള്ളിയിൽ, അതായത് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കാറ്. എന്നാൽ ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് ഇപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭാസ്ഥാനത്തായിരിക്കും ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. ഇനി പള്ളി തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതിനുശേഷം താൻ ഇടപെടാം, അല്ലെങ്കിൽ അതിനുശേഷം മാത്രം ചർച്ച ഉണ്ടാകൂ എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും റാഫേൽ തട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. കിരണാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.